എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ് എന്റെ എന്താണ് ഈ കിനാവാണ് ഭാഗത്തൊക്കെ ഈ എന്തിനു സാധനം നോക്ക് നീയാണ്. ഇവിടെയൊക്കെ പല്ല് കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പാട്ട് കൊള്ളാം. പൂത്തു നിന്നാട്ടേ. സംഗതി ഈ വീഡിയോ ഇറങ്ങുന്നത് വരെ ലാലേട്ടൻ്റെ കുറേ വീഡിയോസ്, ലാലേട്ടൻ താടി എടുത്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ സത്യനന്ദിക്കാടിൻ്റെ പടത്തിൻ്റെ പൂജയുടെ സമയത്തും അതുപോലെ 1-2 വീഡിയോസൊക്കെ വന്നപ്പോൾ ഓൾമോസ്റ്റ് ആ പഴയ ലാലേട്ടനെ തിരിച്ച് കിട്ടി എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആളുകൾ. പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഏറെക്കുറെ ശരിയായി എന്നുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടതോടെ ആ പ്രതീക്ഷ അങ്ങോട്ട് പോയി. വലിയ മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കും വേണ്ട. ക്ലോസപ്പ് കാണിക്കരുത്. ദൂരത്തുനിന്നൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ പഴയ ലാലേട്ടനെ കിട്ടും. ക്ലോസപ്പ് കാണിക്കരുത്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോ എടുത്തവൻ ഒരു പേങ്ങനാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ MGയുടെ ഷോട്ട് മുകളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ഷോട്ടാണ്. പക്ഷേ ലാലേട്ടൻ്റെ ഈ ഭാഗമാണ് വീക്ക്. അപ്പോൾ ഈ ചങ്ങായി പോയി അടിയിലിരുന്നിട്ടാണ് ആ ഷോട്ട് എടുത്തിരിക്കുന്നത്. ഇവന്മാരൊന്നും ഇത് കാണുന്നില്ലേ എടുത്ത ശേഷം? ഈ ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ഒരു ഫേസ് കട്ടൊക്കെ വെച്ചിട്ട്, ഫേസ് കട്ടും ആ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ വെച്ചിട്ട് പണ്ട് ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് തോന്നിയിരുന്ന MGയുടെ സൗണ്ട് പോലും ഇപ്പോൾ ലാലേട്ടന് മാച്ചാവുന്നില്ല. അതോ ഇനി സ്ഥിരമായിട്ട് ലാലേട്ടൻ തന്നെ പാടിയിട്ട് ഇപ്പം ലാലേട്ടൻ്റെ ആ സൗണ്ട് മാത്രം ലാലേട്ടന് മാച്ചായിട്ട് തോന്നുന്നതാണോ? ഈ മുഖത്തിന് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ സൗണ്ട് തന്നെയാണ് മാച്ച്. മറ്റേ ബറോസിലെയൊക്കെ പാട്ടില്ലേ, ഈസബുല ആ സാധനമൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ ലാലേട്ടൻ്റെ സൗണ്ട് തന്നെയാണ് മാച്ച്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പഴയ ലാലേട്ടൻ എന്നും പറഞ്ഞ് ഇനി മേലോട്ട് നോക്കി വായും പൊളിച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ കണ്ടോ, ഇതിന്ന് ഇനി വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ച് പഴയ പോലെ നമ്മുടെ വില്ലൻ സിനിമയുടെയൊക്കെ ലാസ്റ്റുള്ള ലാലേട്ടനെ കണ്ടല്ലോ, താടിയുള്ള ആ ഒറിജിനൽ സാധനം, ഇനി അതും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഇരിക്കണ്ട. ഇപ്പോൾ 2018 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, ഇത്രയും വർഷം കൊണ്ട് ഈ മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ പഴയത് വരും മറ്റേ മൈക്കിൾ ജാക്സൻ്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. ഈ കിട്ടിയത് വെച്ചിട്ട് അങ്ങോട്ട് സംതൃപ്തിപ്പെടുക. അതിൻ്റെ അപ്പുറത്തെ സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ. പഴയ ലാലേട്ടനൊന്നും ഇനി വരൂല മക്കളെ.